ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടെയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബിസി, കുറച്ച് മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. അതല്ലാണ്ട് കുറച്ച് നാൾ വീഡിയോ ചെയ്ത് പിന്നെ ബ്രേക്ക് എടുത്ത് പിന്നെ വീഡിയോ ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല കേട്ടോ. ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നാലേ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ കാണുന്ന 9 ക്രോപ്പ് ടോപ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രോപ്പ് ടോപ്സ് വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്കായിട്ട് വരുന്ന ക്രോപ്പ് ടോപ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൂടുതലും ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ഫാബ്രിക് നോക്കി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ലോങ് ടൈം യൂസിന് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടി നാൾ നിൽക്കണ ഒരു മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഫിറ്റും ഫാബ്രിക്കും എല്ലാം കൊണ്ട് അടിപൊളിയാണ്, മാത്രമല്ല അത് കുറേ നാൾ നിൽക്കുന്നതും ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഫാബ്രിക് നോക്കിയിട്ടാണ് പല മോഡൽസായിട്ട് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഒരു റെഡ് അല്ല മെറൂൺ കളറിൽ ഒരു സ്ക്വയർ നെക്ക് വരുന്ന ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക് വരുന്നൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അതിൻ്റെ ഡിസൈൻ ആയാലും എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. കളറും നല്ല രസമുണ്ട്. ഇതിൻ്റെ പാറ്റേൺ ആയാലും ഫാബ്രിക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാനത് നോക്കിയെടുത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ കളർ വൈസ് ആയാലും എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം സാധനം തന്നെ ഇതിൻ്റെ വേറൊരു കളർ കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഈ ഒരു മെറൂൺ ഷെയ്ഡും കൂടി വാങ്ങിച്ചത്. സംഭവം രണ്ടും 2 പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെങ്കിലും രണ്ടിനും റേറ്റ് വ്യത്യാസം വരുന്നത്. റെഡിന് വരുന്നത് 130 ഇപ്പം അതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്, 193 ആയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത് 130 ആയിരുന്നു. ഇപ്പം അത് 193 ആയിട്ടുണ്ട്. സൈസ് ഞാൻ എടുത്തേക്കുന്നത് രണ്ടും സ്മോൾ തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 136, ചെറിയ വേരിയേഷൻ ഉള്ളൂ. പക്ഷേ ഇപ്പം റേറ്റ് കൂടിയിട്ടുണ്ട്, 184 ആയിട്ടുണ്ട്. രണ്ടും സൈസ് എടുത്തേക്കാണ് സ്മോൾ ആണ്. ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ക്യൂട്ട് ആൻഡ് എന്താ പറയുക ക്യൂട്ട് ലുക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ടോപ്പാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചത് പെർഫെക്റ്റ് ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് മൈ ലൈക്ക്ഡ് വണ്ണാണ് കേട്ടോ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇത് മാത്രമല്ല കളറുള്ളത്, ഇഷ്ടംപോലെ കളേഴ്സ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തൊക്കെ കോഡ് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടാങ്ക് ടോപ്പാണ് വരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഹൈനെക്കായിട്ട് വരുന്നിട്ട് പിന്നെ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കളറാണ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ ബ്ലെൻഡഡിൽ റിബഡ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. ഇത് നമുക്ക് കുറേ നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 152 ഞാൻ വാങ്ങിച്ചിരുന്നപ്പോഴത്തെ റേറ്റ്. ഇപ്പം 180 ആയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുന്നവർ കൂടുതലും ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് കുറഞ്ഞ് കിട്ടും. എന്തായാലും ഇതും എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ്. സൈസ് ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ തന്നെയാണ്. കോഡ് വേണ്ടത് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളറിൽ റൗണ്ട് നെക്കായിട്ട് ഫുൾ സ്ലീവ് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് തന്നെയാണ്. ഇതും മെറ്റീരിയൽ ആ സെയിം തന്നെ കോട്ടൺ ബ്ലെൻഡ് റിബഡാണ്. എനിക്ക് ഫാബ്രിക്കും ഭയങ്കര ഇഷ്ടമായി, ഫിറ്റും ഭയങ്കര ഇഷ്ടമായി. നെക്കും നല്ല ഡീപ്പ് റൗണ്ട് നെക്ക് തന്നെ കേട്ടോ. നല്ല വൈഡായിട്ടുള്ള നെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത്. അതും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നമുക്ക് സ്കേർട്ടിനൊപ്പമായാലും ജീൻസിനൊപ്പമായാലും എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പ് തന്നെയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൈസ് എടുത്തേക്കണം ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് എടുത്തേക്കണേ. പക്ഷേ എക്സ്ട്രാ സ്മോൾ എനിക്ക് ഇത് എന്തോ കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കണം കേട്ടോ. റേറ്റ് വരുന്നത് 149. എന്തായാലും ഇതും അടിപൊളി പ്രോഡക്റ്റാണ്. ഇതും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത കളറിൽ വരുന്നതാണ്. ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ. അത്യാവശ്യം വ്യൂസൊക്കെ പോയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതും മെറ്റീരിയൽ കുറച്ചുകൂടി നേരത്തെ കാണിച്ച മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇവിടെ അങ്ങനെ ഈ ഒരു പാറ്റേണും ഡിസൈനും പ്രിൻ്റൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതും ഹൈനെക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇതായിട്ടുള്ള നെക്കിൽ സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ടോപ്പാണ്.
ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോളാണ്. റേറ്റ് 167 ആയിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത്. ഇപ്പം റേറ്റ് കൂടിയിട്ടുണ്ട്, 219 കേട്ടോ. ക്വാളിറ്റി വൈസ് ആണെങ്കിൽ അടിപൊളിയാണ്. ഈ ഒരു റേറ്റിന് ഇത് അടിപൊളി സാധനം കേട്ടോ. നല്ല ക്യൂട്ട് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ സ്മോൾ എടുത്തപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വ്യത്യാസമായതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കറക്റ്റ് ഫിറ്റിൽ ടൈറ്റായിട്ട് നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇത് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് നോക്കിയെടുക്കാം. നമ്മുടെ സൈസിനേക്കാൾ നെക്സ്റ്റ് സൈസ് നോക്കിയെടുക്കാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ വേറെ കളേഴ്സ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ യെല്ലോ വരുന്നുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്നറിയില്ല. എന്തായാലും ഞാൻ കോഡ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടർട്ടിൽ നെക്ക് ടോപ്പാണ്. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 ഇയേഴ്സൊക്കെ മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ടർട്ടിൽ നെക്കായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്സിന് അല്ലെങ്കിൽ മറ്റേ റോംബേഴ്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ടർട്ടിൽ നെക്ക് ടോപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 177 സൈസ് എടുത്തേക്കാണെങ്കിൽ സ്മോളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത ടോപ്പാണ് കേട്ടോ. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ എല്ലാം അടിപൊളിയാണ്. ഇതുവരേക്കും യാതൊരുവിധ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെയും കോഡ് ഞാൻ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ വൈറ്റ് ടർട്ടിലിനേക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും 180 റേറ്റിൽ തന്നെ വരുന്നതാണ്. ഇപ്പോഴും ചെറിയ വേരിയേഷനൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. 200 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് റേറ്റ്. എന്നാലും കുഴപ്പമില്ല. ഇതും എനിക്കിഷ്ടമായി. ഹാഫ് സ്ലീവാണ് വരുന്നത്. ഫുൾ സ്ലീവ് വരുന്നതും ഉണ്ട് കേട്ടോ. ഹാഫ് സ്ലീവ് വരുന്നതാണ് ഞാൻ എടുത്തത്. ഇതും നല്ല ഡ്രസ്സുണ്ട്. ഇതും പെയർ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ബ്ലാക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഫോർഡബിൾ ആണ് രണ്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. റേറ്റ് വരുന്നത് 180 കേട്ടോ. സൈസ് ഞാൻ എടുത്തേക്കാണ് സ്മോളാണ്. ഞാൻ സ്മോളാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള നല്ല കളറാണ്. ഇതിൻ്റെ മെയിനായിട്ട് എൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്രൗൺ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറായിരുന്നു. അപ്പോൾ ഈ ബ്രൗൺ എടുത്ത് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഈ കോളർ വരുന്നതായതുകൊണ്ട് തന്നെ കോളർ വന്നിട്ട് ഈ വീനക്ക് വരുന്നതും ഫുൾ സ്ലീവ് വരുന്നതൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നിട്ട് നല്ല ഡ്രസ്സുണ്ട് ഇതിട്ടിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തേക്കാണ് മീഡിയം ആണ് എടുത്തിരുന്നത്. ആദ്യം ഇത് ഫസ്റ്റ് ഒക്കെ എടുത്ത സമയത്ത് എടുത്തതാണ്. അതുകൊണ്ട് സ്മോൾ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ് ആകുമോ എന്നുള്ളൊരു ഫീലിംഗ്. ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മീഡിയം എടുത്തത്. പക്ഷേ ഇതെനിക്ക് ഓക്കെ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഡേറ്റുമില്ല, ഭയങ്കര ലൂസ് അല്ലാത്തത് ഒരു മീഡിയം സൈസ് തന്നെയായിട്ട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 238 ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 253 എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ്. ഇതുവരേക്കും യാതൊരു പ്രോബ്ലംസും ഇല്ല. എന്തായാലും അടിപൊളിയാണ്. ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന ഒരു എന്താ പറയുക ടർട്ടിൽ നെക്ക് പ്ലസ് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ടൈപ്പാണ്. ഇതെനിക്ക് ഒരു കൗതുകത്തിൽ ഞാൻ എടുത്തതാണ്. സംഭവം എനിക്ക് കളറൊക്കെ ഇഷ്ടമായി. പക്ഷേ ഇട്ട് വന്നപ്പോൾ എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിലിറ്റി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ മറ്റേതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. എന്ന് വെച്ചാൽ തുണി കുറച്ചുകൂടി എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഭംഗിയൊക്കെ ഉണ്ട് കാണാനെങ്കിൽ പോലും എനിക്കൊരു അൺകംഫർട്ടബിലിറ്റി തോന്നിയിട്ടുണ്ട് ഈ ഡ്രസ്സിന്. അതുകൊണ്ട് ഞാൻ ഇത് അധികം ഒന്നും ഇട്ടിട്ടില്ല. ഇതിട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ ഓവർകോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പെയർ ചെയ്തിട്ടിട്ടുള്ളൂ. എന്തായാലും ഇതും കൊള്ളാം, അടിപൊളിയാണ്. ഇതിൽ ഈ കളർ മാത്രമല്ല വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സൈസ് നേരത്തേക്കാണ് സ്മോളാണ്. റേറ്റ് വരുന്നത് 202 ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 165 കുറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ അതിലും കുറവായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായാലും നല്ല തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ ഇതാണ് 9 ക്രോപ്പ് ടോപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടമായിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോഡ് എന്തായാലും പിൻ ചെയ്ത് വെച്ചിരിക്കണം. എല്ലാവരും അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. വെറും 200 ബിലോയിൽ വരുന്നേ ഉള്ളൂ. എല്ലാ പ്രോഡക്റ്റ്സും 200 ബിലോന് വരുന്നേ ഉള്ളൂ. വെറും 1000 ഉള്ളിലാണ് ഞാൻ ഇത്രയും ഒരു ടോപ്സ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് പുറത്തുനിന്ന് എന്തായാലും ഈ റേറ്റിന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടുകയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.